ഹായ് എവ്രി വൺ, വെൽക്കം ടു എപ്പിക് ഫാമിലി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഝാൻസിയിൽ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് വരെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, റെസ്റ്റ് ഒക്കെ എടുത്ത് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മളുടെ എന്താ പറയുക ലഡാക്ക് റോഡ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഝാൻസിന്ന് ആഗ്ര ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഝാൻസിന്ന് ഇറങ്ങിയപ്പോൾ ഒരു എന്താ പറയാ 11:30 ഒക്കെ ആയി, 11:30-12 മണി ആയില്ല, 11:30 ഒക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ ആഗ്ര എത്തുമ്പോഴത്തേക്കും താജ്മഹലിന്റെ ക്ലോസിംഗ് ടൈം ആവും. ഞങ്ങൾ പറ്റുവാണെങ്കിൽ താജ്മഹൽ വിസിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇനി അങ്ങ് എത്തുമ്പോഴത്തേനും താജ്മഹൽ ക്ലോസിംഗ് ടൈം ആവും. അതുകൊണ്ട് താജ്മഹൽ എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റുവാണ്. എന്നാലും നമുക്ക് ആ പരിസരത്തൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാം കേട്ടോ. ഡ്രൈവിന്റെ ഇടയ്ക്ക് കുറച്ചു നേരമൊക്കെ ഒന്ന് പുറത്തിറങ്ങി റിലാക്സ് ചെയ്യാൻ നിൽക്കുന്നതാണ് ചേട്ടനും അച്ഛനും ഒക്കെ. ഞങ്ങളും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിന്നിട്ടൊക്കെയാണ് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ എൻ്റെ അച്ഛനും കൂടെ ഉണ്ട്. സാധാരണ ചേട്ടനും ഞാനും കുഞ്ഞും മാത്രമാണ് എല്ലാ യാത്രകൾക്കും പോകുന്നത്. പക്ഷേ ഈ യാത്രയിൽ എൻ്റെ അച്ഛനും കൂടെ ഉണ്ട്. കാരണം അച്ഛൻ ഒരുപാട് വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാണ്. പക്ഷെ അച്ഛൻ അങ്ങനെ ഇങ്ങനെ ട്രാവലിനായിട്ടൊന്നും പോയിട്ടില്ല. സോ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ അച്ഛനെയും കൂടെ വരാൻ ഞങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ ശരിക്കും ഞങ്ങളുടെ 5ാമത്തെ ദിവസമാണിത്. ഇപ്പം 5ാമത്തെ ദിവസമാണ് നമ്മളിപ്പം ഝാൻസിന്ന് ആഗ്ര ലക്ഷ്യമാക്കിയുള്ള ഈ ഡ്രൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് ഇന്നിപ്പം ജൂൺ 16th ആണ് ഡേറ്റ് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ എവിടെന്നെങ്കിലും നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ആഗ്രയിൽ സ്റ്റേ ചെയ്യുന്നില്ല. ഞാൻ പോകുന്ന റൂട്ടാണ് ഈ പറയുന്നത്. ആഗ്ര ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തടുത്ത് മെയിൻ ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഝാൻസിന്ന് ഇപ്പം ഇറങ്ങി ആഗ്ര ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ആ റൂട്ടാണ് പോകുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്കുന്ന എവിടെന്നെങ്കിലും ലഞ്ച് ലൈറ്റായിട്ട് കഴിക്കും. അത് കഴിഞ്ഞ് ആഗ്ര എത്തുമ്പോഴത്തേനും ഒരു ഈവനിങ് ഒക്കെ ആവും. സോ ഡിന്നർ അവിടുന്ന് ഏതെങ്കിലും ഹോട്ടൽസിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെയും ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അതെ, നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഈ ഓട്ടോ ഉണ്ട്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇങ്ങനത്തെ കുറേ ഓട്ടോ ഉണ്ട്. സോ അത് നിങ്ങളെയും കൂടെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ച് കണ്ടു. അവിടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. സോ ഇവിടെ ഇതിങ്ങനെ ഇപ്പോൾ കുറേ കണ്ടു ഈ ഒരു റൂട്ടിൽ. സോ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നമ്മൾ ആഗ്ര എത്തി. നമുക്ക് ആ താജ്മഹലിന്റെ ആ റൂട്ടിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. കാണാനൊന്നും പറ്റത്തില്ലല്ലോ, നല്ല ഇത് ആ താജ്മഹലിന്റെ അടുത്തേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നിടത്തുനിന്ന് 1-1.5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് താജ്മഹൽ ഉള്ളത്. എൻ്റെ ആ ഒരു റൂട്ടാണിത്. ഞങ്ങൾ ജസ്റ്റ് ചുമ്മാതെ ഒന്ന് ആ വഴി ഡ്രൈവ് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും കയറാൻ പറ്റത്തില്ല, കാരണം ക്ലോസിംഗ് ടൈം ആയി. 6 മണി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. സോ ക്ലോസിംഗ് ടൈം ആയി. എന്നാലും ഞങ്ങൾ ഈ വഴി ജസ്റ്റ് ഒന്ന് പോയി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച്. കണ്ടോ, താജ്മഹലിന്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു വഴികളാണിത്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ഇനി ഈ ഒരു റോഡിൽ നിന്ന് തിരിച്ച് നമുക്കിനി പോകണ്ട. നമ്മളിൻ്റെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രയിൽ നിന്ന് ചണ്ഡീഗഡ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പം ഇനി ആ റൂട്ട് വെച്ചിട്ട് നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ, അപ്പം പോകുന്ന വഴിക്ക് പക്ഷെ ഇപ്പം ഒരു 6-7 മണിയൊക്കെ ആവുന്നു. അപ്പം ഇവിടുന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് ആഗ്രയിൽ നിന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് ജേർണി നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാന്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് ലക്ഷ്യമാക്കിയാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ആഗ്രയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ ഈ പോകുന്നത് ആഗ്ര ഫോർട്ടിന്റെ സൈഡിൽ കൂടെ ആണ്. ഇതാണ്ട് ആഗ്ര ഫോർട്ടാണ് ആ കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് താജ്മഹൽ എന്നുള്ളൊരു ഇനി അടുത്ത അതും ഡെസ്റ്റിനേഷനാക്കി നമുക്ക് വേറൊരു ട്രിപ്പിൽ വരാം. ഓക്കെ, എന്തായാലും ഇതിപ്പം നമ്മളുടെ മെയിൻ ലക്ഷ്യം ലഡാക്കിലെത്തുക എന്നുള്ളതാണല്ലോ. അടുത്തൊരു ട്രിപ്പിൽ നമുക്ക് താജ്മഹൽ എന്നുള്ള ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് എന്തായാലും ആഗ്രയിൽ വരാം.
ഇപ്പൊ തൽക്കാലം നമുക്കിങ്ങനെ പുറമേ നീ ആഗ്ര ഫോർട്ടൊക്കെ കണ്ടിട്ട് താജ്മഹലിന്റെ വഴി കൂടെ ഞങ്ങളൊരു ഡ്രൈവ് ഒക്കെ പോയി കണ്ടിട്ട് ഞങ്ങളിപ്പോ ഇനിയും ചണ്ഡീഗഡ് ലക്ഷ്യമാക്കി ആഗ്രയിൽ നിന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കും, ഡിന്നർ ഒക്കെ കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. രാത്രിയിൽ ചണ്ഡീഗഡിലോട്ടുള്ള ഡ്രൈവ് രാത്രിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ഇപ്പം നമ്മൾ യമുന എക്സ്പ്രസ് വേ വഴി നോയിഡയിലേക്കാണ് ആഗ്രയിൽ നിന്ന് പോകുന്നത്. അപ്പം നമ്മൾ ആഗ്രയിൽ നിന്ന് ഈ ചണ്ഡീഗഡിലോട്ടുള്ള ഡ്രൈവിൽ നമ്മൾ നോയിഡ എല്ലാം ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, കണ്ടില്ല, നമ്മളിപ്പോൾ എക്സ്പ്രസ് വേ കൂടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാത്രി ഫുൾ ഡ്രൈവ് ചെയ്ത് ഇപ്പം നമ്മൾ ഏകദേശം ചണ്ഡീഗഡ് എടുക്കാറാവുന്നുണ്ട്. എന്നാണ്ട നേരം വെളുത്തു. ചണ്ഡീഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പഞ്ചാബിൻ്റെ ക്യാപിറ്റലാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. അപ്പം നമ്മൾ എത്ര സ്റ്റേറ്റ് കടന്നല്ല ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഝാൻസിന്ന് സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവാണിത്. ഝാൻസിന്ന് നമ്മൾ ആഗ്ര ടച്ച് ചെയ്ത്, ആഗ്രയിൽ നിന്ന് നോയിഡ ടച്ച് ചെയ്ത്, ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ചണ്ഡീഗഡ് എത്തി. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഓടി ചണ്ഡീഗഡ് ഹരിയാനയുടെ ഓടി നമ്മൾ ചണ്ഡീഗഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലിറ്റിൽ ട്രാവലറിനെ കണ്ടത്. ഹായ് പറഞ്ഞേ. അയ്യോടാ, നാണം വരുന്നു കുഞ്ഞിന്. പാവം. ഇല്ലൂടാ, താഴെ പോയോ? ഞാമിടാണ്ടി പോയില്ല. രാവിലെ എണ്ണീച്ചിരിക്കുവോ ഞങ്ങള്? 5:30-6 മണി. ഇപ്പൊ സമയം എത്രയായി? 6 മണി ആവുന്നേ ഉള്ളൂ. ഇവിടെ പക്ഷെ ഭയങ്കര നേരത്തെ നേരം വെളുത്തല്ലേ. വണ്ടിയുടെ കോലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ചണ്ഡീഗഡ് എത്താറായി. അപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്തു. അപ്പം നമ്മൾ രാവിലെ തന്നെ ചണ്ഡീഗഡ് എത്തി. ഇപ്പം എന്താ പറയുക, ഇപ്പം നേരം വെളുത്ത ഒരു 7 മണി 7:30 ആവുന്നേ ഉള്ളൂ. നമ്മളൊരു 8:30 ആകുമ്പോഴത്തേനും പ്രോപ്പർ അവിടെ എത്തും, ചണ്ഡീഗഡ് എത്തും. അപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുവാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ
ഝാൻസിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഡ്രൈവാണ്. ഝാൻസിന്ന് ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുൾ ഡ്രൈവ് ചെയ്ത് രാത്രിയിലും ഡ്രൈവ് ചെയ്തിപ്പം മോർണിംഗ് ആയപ്പോഴത്തേനും നമ്മൾ ചണ്ഡീഗഡ് എത്താറായി. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുക്കുവാണ്. ഇത് ശരിക്കും നമ്മളുടെ ലഡാക്ക് റോഡ് ട്രിപ്പിന്റെ 6ാമത്തെ ദിവസമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നാളെ നമ്മുടെ ലഡാക്ക് റോഡ് ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതപ്പം നമ്മുടെ 7th ഡേ ആയിരിക്കും നാളെ. അപ്പം ആ 7th ഡേയിൽ നമ്മൾ ചണ്ഡീഗഡിൽ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രൈവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പം നമ്മൾ ചണ്ഡീഗഡിൽ റൂം എടുത്തിരിക്കുന്ന ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. എത്തി ഗോൾഡൻ പ്ലാസ എന്ന് പറയുന്ന ഈ ഹോട്ടലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിവൺ.